ഒരു കാർ വാങ്ങണമെന്ന് പലർക്കും വർഷങ്ങളായി ഒരു ഡ്രീം ആയിരിക്കും. ചിലർ ആദ്യ സാലറി കിട്ടിയ ശേഷം ആലോചിക്കും, ചിലർ ഫാമിലി സെറ്റിലായ ശേഷം പ്ലാൻ ചെയ്യും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നാൽ കാർ വാങ്ങുമ്പോൾ പലരും ഡിസൈൻ, കളർ, ബ്രാൻഡ് എന്നിവ നോക്കും. പക്ഷേ ചില പ്രധാന കാര്യങ്ങൾ ഓവർലുക്ക് ചെയ്യാറുണ്ട്. പിന്നീട് അതായിരിക്കും നിങ്ങൾക്ക് റിഗ്രറ്റായി മാറുന്നത്. ഒരു ചെറിയ സിറ്റുവേഷൻ ഇമാജിനേഷൻ ചെയ്യൂ. നിങ്ങളുടെ ഒരു ഫ്രണ്ട് പുതിയ കാർ വാങ്ങാൻ തീരുമാനിക്കുന്നു. അവൻ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നു, ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നു, ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കണ്ട ശേഷം ഒരു കാർ അവന് വളരെ ഇഷ്ടമാകും. ഡിസൈൻ സൂപ്പർ, ഇന്റീരിയർ പ്രീമിയം, റോഡിൽ കാണുമ്പോൾ സ്റ്റൈലിഷ്. അങ്ങനെ ആവേശത്തിൽ അവൻ ഷോറൂമിലേക്ക് പോകും. ഷോറൂമിൽ കാർ കാണുമ്പോൾ ആവേശം ഡബിൾ ആവും. സെയിൽസ് എക്സിക്യൂട്ടീവ് കാറിന്റെ ഫ്യൂച്ചേഴ്സ് എല്ലാം പറഞ്ഞ് ഇംപ്രസ് ചെയ്യും. സർ, ഇത് ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള മോഡലാണ്, മൈലേജ് നല്ലതാണ്, ഫീച്ചേഴ്സ് ഫുള്ളി ലോഡഡ് ആണ് എന്നിങ്ങനെ പറഞ്ഞാൽ നമ്മളും കൺവിൻസ്ഡ് ആകും. ചെറിയ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത ശേഷം പലരും ഉടനെ ബുക്കിംഗ് എമൗണ്ട് കൊടുക്കും. പക്ഷേ ഇവിടെയാണ് പലരും ചെയ്യുന്ന ആദ്യ മിസ്റ്റേക്ക്. കാർ വാങ്ങുന്നതിന് മുമ്പ് ആദ്യം ക്ലിയർ ആക്കേണ്ടത് ബഡ്ജറ്റാണ്. പലരും കാർ പ്രൈസ് മാത്രം നോക്കും. പക്ഷേ കാർ വാങ്ങുമ്പോൾ ഷോറൂം പ്രൈസ് മാത്രമല്ല, ഓൺ റോഡ് പ്രൈസ് ആണ് ഇമ്പോർട്ടന്റ്. ഓൺ റോഡ് പ്രൈസിൽ ഇൻഷുറൻസ്, റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ, ആക്സസറീസ് എല്ലാം ആഡ് ചെയ്യും. ഉദാഹരണത്തിന് ഷോറൂം പ്രൈസ് 8 ലക്ഷം ആയ ഒരു കാർ ഓൺ റോഡ് പ്രൈസ് 9.5 ലക്ഷം വരെ എത്താം. അതിനാൽ ആദ്യം ടോട്ടൽ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം. മന്ത്ലി ഇൻകം, EMI, മെയിൻ്റെനൻസ് കോസ്റ്റ് എല്ലാം കൂടി റിയലിസ്റ്റിക് ആയി കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്തതായി യൂസേജ് ആണ്. നിങ്ങൾ കാർ എന്തിനാണ് മെയിൻറ്റെയിൻ ഉപയോഗിക്കുന്നത് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി ഓഫീസ് കമ്മ്യൂട്ട് ആണോ, സിറ്റി ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ലോങ് ട്രിപ്സ് ഹൈവേ ഡ്രൈവ്സ് ആണോ? സിറ്റി യൂസേജ് കൂടുതലാണെങ്കിൽ കോമ്പാക്ട് ഹാച്ച്ബാക്ക് അല്ലെങ്കിൽ സ്മോൾ കാർ പ്രാക്ടിക്കൽ ആയിരിക്കും. പാർക്കിംഗ് ഈസി, മൈലേജ് ബെറ്റർ, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവ്. പക്ഷേ ഫാമിലി ട്രിപ്പ് ഫ്രീക്വൻസ് ആണെങ്കിൽ സ്പേസ് കൂടിയ SUV അല്ലെങ്കിൽ സെഡൻ ബെറ്റർ ചോയ്സ് ആയിരിക്കും. നമുക്ക് എഞ്ചിൻ പെർഫോമൻസ് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. പലരും മൈലേജ് മാത്രം നോക്കും. മൈലേജ് ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷേ എഞ്ചിൻ പവർ കൂടി ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. സ്മോൾ എഞ്ചിൻ കാർസ് മൈലേജ് നല്ലതായിരിക്കും, പക്ഷേ ഹൈവേ ഓവർടേക്കിംഗ് സമയത്ത് പവർ കുറവായി തോന്നാം. അതിനാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്റ്റൈലേജ്, യൂസേജ് പാറ്റേൺ എന്നിവ മാച്ച് ചെയ്യുന്ന എഞ്ചിൻ ചോയ്സ് ചെയ്യണം. ടെസ്റ്റ് ഡ്രൈവ് എന്നത് കാർ ബൈയിങ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റേജ് ആണ്. പക്ഷേ പലരും ചെറിയ 5 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഡിസിഷൻ എടുക്കും. ആക്ച്വലി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റീറിംഗ് വീൽ എങ്ങനെയുണ്ട്? ബ്രേക്ക് റെസ്പോൺസ് സ്മൂത്ത് ആണോ? സസ്പെൻഷൻ പോത്ത്ലെസ് അബ്സോർബ് ചെയ്യുമോ? സീറ്റ് കംഫോർട്ട് ലോങ് ഡ്രൈവിൽ ഓക്കെ ആണോ? ഈ കാര്യങ്ങളെല്ലാം ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. മൈലേജ് സംബന്ധിച്ചൊരു മെയ്ത്തുണ്ട്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എല്ലായ്പ്പോഴും റിയൽ വേൾഡ് മൈലേജ് ആയിരിക്കണമെന്നില്ല. ട്രാഫിക് കണ്ടീഷൻ, ഡ്രൈവിംഗ് സ്റ്റൈൽ, റോഡ് കണ്ടീഷൻ എന്നിവ മൈലേജിനെ എഫക്ട് ചെയ്യും. അതിനാൽ ഓണർ റിവ്യൂസ്, റിയൽ വേൾഡ് മൈലേജ് റിപ്പോർട്ട്സ് നോക്കുന്നത് നല്ലതാണ്. സേഫ്റ്റി എന്നത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പഴയ കാലത്ത് ആളുകൾ മൈലേജ്, പ്രൈസ് എന്നിവ മാത്രമേ നോക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ എയർ ബാഗ്സ്, ABS, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻസ് കൺട്രോൾ പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സേഫ്റ്റി റേറ്റിംഗ് നല്ലതായാൽ ആക്സിഡന്റ് സിറ്റുവേഷനിൽ പാസഞ്ചേഴ്സിന് ബെറ്റർ പ്രൊട്ടക്ട് ചെയ്യും. സർവീസ് നെറ്റ്വർക്ക് കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർ വാങ്ങിയ ശേഷം സർവീസ് സെന്റർ വളരെ ദൂരെയാണെങ്കിൽ മെയിൻ്റെനൻസ് ബുദ്ധിമുട്ടായിരിക്കും. സ്പെയർ പാർട്സ് അവൈലബിലിറ്റി, സർവീസ് കോസ്റ്റ് എന്നിവ മുൻകൂട്ടി റിസർച്ച് ചെയ്യണം. ചില ബ്രാൻഡ്സിന്റെ സർവീസ് നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്, അതിനാൽ സർവീസ് ഈസി ആയിരിക്കും. റീസെയിൽ വാല്യൂ എന്നത് പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പക്ഷേ 4-5 വർഷം കഴിഞ്ഞ് കാർ ചേഞ്ച് ചെയ്യുമ്പോൾ റീസെയിൽ വാല്യൂ വലിയ റോൾ പ്ലേ ചെയ്യും. ചില ബ്രാൻഡ്സ് റീസെയിൽ മാർക്കറ്റിൽ സ്ട്രോങ് ആണ്. കാർ കണ്ടീഷൻ, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, മെയിൻ്റെനൻസ് ഹിസ്റ്ററി എന്നിവ റീസെയിൽ വാല്യൂ എഫക്ട് ചെയ്യും. വേരിയന്റ് സെലക്ഷൻ കൂടി ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ ആണ്. പലരും ടോപ്പ് വേരിയന്റ് വാങ്ങാൻ ടെംപ്റ്റഡ് ആകും, കാരണം ഫീച്ചേഴ്സ് കൂടുതൽ ഉണ്ടാകും. പക്ഷേ ചിലപ്പോൾ മിഡ് വേരിയന്റ് ബെസ്റ്റ് വാല്യൂ ആയിരിക്കും. ടോപ്പ് വേരിയന്റ് പ്രൈസ് ഡിഫറൻറ്റ് വലുതായിരിക്കും. പക്ഷേ ഡെയിലി യൂസേജിന് നമ്മൾ യൂസ് ചെയ്യാത്ത ഫീച്ചേഴ്സ് ഉണ്ടാകും. കാർ വാങ്ങുമ്പോൾ പാറ്റേൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് മോഡൽസ് കമ്പയർ ചെയ്യണം, റിവ്യൂസ് കാണണം, ഓണേഴ്സിന്റെ എക്സ്പീരിയൻസ് കേൾക്കണം. 2 ഷോറൂമിൽ വിസിറ്റ് ചെയ്ത ശേഷം ഡിസിഷൻ എടുക്കുന്നതിന് പകരം മൾട്ടിപ്പിൾ ഓപ്ഷനായ അനലൈസ് ചെയ്താൽ ബെറ്റർ ചോയ്സ് കിട്ടും. ഒരിക്കൽ ശരിയായ കാർ ചോയ്സ് ചെയ്താൽ അത് വർഷങ്ങളോളം നിങ്ങൾക്ക് കംഫർട്ടബിൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകും.
തെറ്റായ ഡിസിഷൻ എടുത്താൽ ചെറിയ കാര്യങ്ങൾ പോലും ഡെയിലി ഇറിറ്റേഷൻ ആയി മാറാം. അതുകൊണ്ട് കാർ വാങ്ങുന്നതിന് മുമ്പ് ബഡ്ജറ്റ് പ്ലാനിംഗ്, യൂസേജ് ക്ലാരിറ്റി, എഞ്ചിൻ പെർഫോമൻസ്, മൈലേജ്, സേഫ്റ്റി, സർവീസ് നെറ്റ്വർക്ക്, റീസെയിൽ വാല്യൂ, വേരിയന്റ് സെലക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം കെയർഫുള്ളി കൺസിഡർ ചെയ്യണം. ഇങ്ങനെ റിസർച്ച് ചെയ്ത ഡിസിഷൻ എടുത്താൽ കാർ വാങ്ങുന്നതിന് ഒരു വലിയ റിഗ്രറ്റ് അല്ല, മറിച്ച് ജീവിതത്തിൽ ഒരു സന്തോഷകരമായ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റിൽ അടുത്തത് ഏത് വണ്ടിയുടെ റിവ്യൂ ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.